മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി ചിന്തിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. ഗുരുവിനെ പകരാം പ്രകൃതിയെ കാക്കാമെന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൌണ്ടേഷന്റെ പ്രഖ്യാപനം കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ അനുഭവങ്ങളായി തീർന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പാരിസ്ഥിതിക ബോധത്തിന്റെ അഭാവമാണ്. ഒരു ചെടി ഒരു തണലാണ്. ബുദ്ധൻ ചെടിയുടെ താഴെ നിന്ന് ധ്യാനിച്ചപ്പോൾ ധ്യാനം കഴിയുന്നത് വരെ ആ മരത്തിന്റെ നിഴൽ ബുദ്ധന്റെ മേൽ തന്നെ നിന്നു. വൈകുന്നേരം നിഴൽ മാറാതെ നമ്മുടെ ധാരണയുടെ മേൽ ഇങ്ങനെ അത്ഭുതമായ ഒരു നിഴലായി ഈ പ്രകൃതി ബോധമുണ്ടാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രകൃതി ദിനവും ശോഭീന്ദ്രൻ മാഷിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ രൂപം കൊള്ളുകയാണ്. ഭാവിയിലെ കോഴിക്കോട്ടെ പ്രവർത്തനങ്ങളിലെ ഹരിത പ്രവർത്തനങ്ങളിലെ കേന്ദ്രമായി അത് മാറാൻ പോവുകയാണ്. ഫൌണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. ശോഭീന്ദ്രൻ സാറിന്റെ കേരളത്തിലെ പച്ച മനുഷ്യനായ അടിമുടി പച്ചയായ പച്ച വസ്ത്രങ്ങൾ ധരിച്ച് പച്ച തൊപ്പി വെച്ച് പച്ച ചെരുപ്പുകൾ അണിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ പലതവണ വന്നിട്ടുള്ള ശോഭീന്ദ്രൻ സാർ, അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബർ 12-ാം തീയതി നമ്മയൊക്കെ ദുഃഖത്തിലാഴ്ത്തി ഈ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് നടന്ന കുട്ടികളാണ് ഞങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായി ഒരു തിലോദകം പോലെ ഒരു ചെറിയ ഒരു സംഘടന ഉണ്ടാക്കിയ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ. എഴുത്തുകാരനും പ്രഭാഷകനുമായ വി.ടി. ജയദേവൻ പരിസ്ഥിതി പ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ വരുൺ ഭാസ്കർ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഡോക്ടർ സിസ്റ്റർ നീത എ.സി, ഫൌണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര, സെക്രട്ടറി സെഡെ സെൽമാൻ, ഷാജുബായ് ശാന്തിനികേതൻ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അഞ്ജലി മരിയ എ.സി, ആഞ്ചലീന മരിയ റോഷൻ, അബിൻ ആൻഡ് തോമസ്, ശ്രേയ ലക്ഷ്മി, സുമ പള്ളിപ്പുറം, എം ഷഫീഖ്, ടി കെ രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നാടെങ്ങും ശോഭീന്ദ്ര വൃക്ഷം വെച്ചുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ശോഭീന്ദ്രന്റെ മക്കളായ ബോധികൃഷ്ണ, ധ്യാൻദേവ്, കൊച്ചുമക്കളായ ആദ്യ വൈദേഹി, അവനി മിത്ര എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. ഹരിതമുദ്ര പരിപാടിയിൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അഞ്ജലി മരിയ എ.സി ആദ്യമുദ്ര ചാർത്തി. ജൂലി സെലീന, നിരഞ്ജന എന്നിവർ ശോഭീന്ദ്ര സ്മൃതി കവിതകൾ ആലപിച്ചു. വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി ഗീതം, സ്കിറ്റ്, നൃത്തശില്പം എന്നിവയും അവതരിപ്പിച്ചു. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോക് MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബിവോക് നഴ്സിംഗ് കെയർ, DMLT, DRIT, ഫാർമസി അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മോണ്ടിസറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൌകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൌകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൌകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.